നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കാണൂലേ, ഇതായിത്തീരണം ഇന്നതായിത്തീരണോ എന്നൊക്കെ. അങ്ങനെ ഏകദേശം ഒരു 10-12 വർഷത്തോളമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഡ്രീമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക. അതായത് ഒരാൾക്കെങ്കിലും ഒരു ശമ്പളം കൊടുക്കുന്ന ഒരു ബിസിനസ്സിന് ഉടമയാവുക എന്നുള്ളത്. ഞാൻ MBA ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത് മനസ്സിൽ പോലും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം ആ സമയത്ത് ഇന്റർനെറ്റിൻ്റെയൊക്കെ ആ ഒരു പ്രസൻസ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ സ്റ്റോർ അങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഒരു ക്ലോത്തിങ് ബൊട്ടീക്ക് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതിനുള്ള എമൗണ്ട്, അതിനുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. റെന്റിന് സ്റ്റോർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇന്റീരിയേഴ്സ്, സ്റ്റാഫിൻ്റെ സാലറി, സ്റ്റോക്കിൻ്റെത്, ഇതെല്ലാം കൂടെ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ ഒട്ടും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ആ ഡ്രീം അങ്ങ് മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഒരു ചെറിയ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. എന്നാൽ പിന്നെ ഇനി ഒട്ടും താമസിപ്പിക്കേണ്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഒരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. നല്ലൊരു പേര് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെന്നത് ChatGPT എടുത്താണ് കേട്ടോ. ഈ പേര് കണ്ടുപിടിക്കൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. ഞാൻ എൻ്റെ പേരും മോളുടെ പേരും ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന പേരുകളൊക്കെ ഇട്ട് നോക്കി. പക്ഷെ എല്ലാം ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഉള്ള പേരുകളാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് യുണീക്ക് ആയിട്ടുള്ള, എന്നാൽ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഫെമിനിൻ ആയിട്ടുള്ള ഒരു പേര് വേണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും ChatGPTയും കൂടെ വീണ്ടും തപ്പി എന്തായാലും അവസാനം ഞാനൊരു പേര് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്നുള്ളത് നാളെ പറയാം.